ഹലോ ഗൈസ്, അപ്പോൾ ഇവാന ജവാന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് എൻ്റെ ഈ ഒരു സ്ഥലമാണ്. ഒരു മിനിറ്റ്, ഞാൻ വാളുണ്ട് ക്യാമറമാനെ പറ്റിയിട്ടും കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇതുപോലെ. നമ്മൾ നല്ല വൃത്തിയുള്ള ആൾക്കാരായതുകൊണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഇട്ട് മാറ്റണം. ഗൈസ്, എനിക്കൊരു മാലയുണ്ട്, കാണിച്ചതാ. മത അവിടെ പോയി. അയ്യോ, അത് കാണാനില്ലേ? ആ, ഈ ഒരു മാലയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. എന്താ ഇത് മാല? അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഇട്ട് വെച്ചേക്കുന്ന ഡ്രസ്സാണ്. ഈ ചെറിയ അമ്മേനെ കൊണ്ടുവരുന്നതാണ്. അതായത് പുതിയത് ഇട്ടാൽ ചെറിയ എന്നെ കൊല്ലും. അപ്പോൾ നമ്മൾ തുണിയൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. മുടിയല്ല. അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഇവിടേക്ക് തുടങ്ങുന്നുണ്ട്. ഒരു സാനിറ്റൈസറൊക്കെ ഇട്ടിട്ട് ചെയ്യായിരുന്നു, പക്ഷെ സാനിറ്റൈസർ ഇല്ല. ഇത് കാണുമ്പോൾ പലവരും ചിരിച്ച് ചാവാനൊക്കെ സാധ്യതയുണ്ട്. ഇതുണ്ടോ, നെയിൽ പോളിഷ് വരെ ഇവിടെ ഉണ്ട്. ഒന്ന് സൂക്ഷിച്ച് കണ്ടിട്ട് കാണുന്നില്ല ഗൈസ്. ഇതുണ്ടോ, ഇത് പോകുന്നില്ല, ഇത് രണ്ടും പോകുന്നില്ല. കൂടുതൽ ഞാൻ ഒരിച്ചാൽ ചിലപ്പോൾ ഈ പെട്ടിയോടെ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഞാൻ അലം കോലാക്കിയിട്ട്, ഞാനും എൻ്റെ അനിയത്തിയും കൂടി അലം കോലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ അനിച്ചേച്ചി എനിക്ക് വാങ്ങി തന്നതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാറ്റണം. എനിക്ക് മാറ്റണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഇവിടെ ആയിട്ടെ. കുറേ വർഷങ്ങളായി ഇത് ഇവിടെ ഇതിൽ തന്നെ ഇരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അപ്പായി വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് ഓർഡർ വന്നു. ഇവിടെ വൃത്തിയാക്കാൻ പോകണം. ഇത് അനങ്ങിയതാണ്. എല്ലാം മീനും നമുക്കപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് ഇടണം. ഇത് എൻ്റെ ക്ലിപ്പ് റിബും കൂടിയും ഇതാണ്. ഇത് മറ്റേ ഇത് മാത്രമായിട്ടുള്ളൂ, ഹെയർ ബാൻഡ്സ്. ഇത് അത്രയും ഹെയർ ബാൻഡ്സ് ഉണ്ട്. കുറേ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയതാണ്. അപ്പോൾ നമ്മളിതാ ഇത് തുടച്ചിരിക്കുകയാണ്. പിന്നെ ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലതാ ഗൈസ്, ഇവിടെ പൊട്ടിപ്പോയി. അല്ലെങ്കിൽ തടക്കുകയാണ്. ഇതിലാണ് നമ്മൾ കയറ്റി വെക്കാൻ പോകുന്നത്. അപ്പായിക്ക് ചുമയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 3-3 ആണ്ട് പഠിക്കാൻ നേരത്തുള്ള ഹെയർ ബാൻഡാണത്. ഇതെന്നെ അനിയത്തിയുടെ. പിന്നെ കുറേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ ഒരു ദിവസം ഇവിടെ വൃത്തിയാക്കുന്നതിന് ഇടും കേട്ടോ. ചാനലിൽ ഉടനെ വരും. നമുക്കധികം ഫോളോവേഴ്സൊന്നുമില്ല, സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കാണാനില്ല. പാവാ നമ്മൾ. അപ്പോൾ സങ്കടമുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കുറേ ഫോളോവേഴ്സൊക്കെ വേണം, സബ്സ്ക്രൈബേഴ്സൊക്കെ വേണമെന്ന്. എല്ലാവരെയും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാവുക. എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്തിട്ട് ഇല്ല. സങ്കടമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഒന്ന് ഓടി, അതിൻ്റെ അപ്പയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ സ്ഥലം നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ടാഗ് ഇതാണ് എൻ്റെ അനിയത്തിയുടെ ടാഗ്. ഇത് പൊളിഞ്ഞു പോയി, ആരോ പൊളിച്ചതാണെന്ന് തോന്നുന്നു. അത് അവള് തന്നെ പൊളിച്ചതായിരിക്കും. ഞാൻ തന്നെ പൊളിച്ചത്. നീ തന്നെയാ?
അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് ഇട്ട് വെക്കണേ? ഇതാണ് എൻ്റെ ഇപ്പം ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഭൂദാന ഷെഡ് കോളനിയിലാണ്, അതായത് പുൽപ്പള്ളിയിൽ കേട്ടോ. ഞാൻ 6ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കണത്. പിന്നെ അനിയത്തി 4ാം ക്ലാസ്സിലും. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്നത് ദേവി വിലാസം ഹയർ സെക്കൻഡറി ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, DVVHSS വേരിയമ്പം സ്കൂൾ. ഇനി നമ്മൾ ഈ ഒരു പെട്ടി നമ്മൾ ഇവിടെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒന്ന് അമുക്കി കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. ഞാനും ഉപയോഗിക്കും, അമ്മയും ഉപയോഗിക്കും. അത് വീട്ടിൽ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഇതൊക്കെ പോയി, ഭയങ്കര സങ്കടമാണ് ഇത് പോയതിൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ കുഴപ്പമില്ല, എന്നാലും ഇതൊക്കെ പൊട്ടിപ്പോയി. അതെനിക്ക് ഇപ്പോൾ പൊട്ടിപ്പോയത് കൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അത് എൻ്റെ യേശുമ്മ വാങ്ങി തന്നതാണ്. പിന്നെ ഇതെനിക്ക് കഴിഞ്ഞ മാസം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് കിട്ടിയതാണ്. അത് തന്നത് നിമ്മി എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ്. പിന്നെ നമുക്ക് ഇതെനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ ക്ലിപ്പ്. എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അത് നമ്മളിതാ ഇവിടെ വെക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ കയറ്റി വെച്ചു. കുറേ വെക്കാനുണ്ട്. ഇതെൻ്റെ അമ്മയുടെ ഇതാണ് ലവ് ചിഹ്നമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുടി കിടപ്പുണ്ട്. വാവ്. അപ്പൂന്ന് വിളിക്കുന്നുണ്ട്. അപ്പൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂച്ചയാണ്. ഇതെന്താ പറ്റിയെന്നറിയില്ല. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കിട്ടിയപ്പോൾ ഇങ്ങനെ ഇരിക്കണേ. ഇത് റെഡിയാക്കണം. പിന്നെ ഇത് റിപ്പയർ കൂട്ടുകാരി എന്നതാണ് തന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് കെട്ടുകൂടി പോയി. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ അമ്മയില്ലാത്തതുകൊണ്ട് സുഖമില്ല. അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇതുണ്ടോ, സ്പോഞ്ചിയാണ് ഭയങ്കര. പക്ഷെ ഇതെനിക്ക് കെട്ടാൻ പറ്റുന്നില്ല ഗൈസ്, ഭയങ്കര പാടാണ്. പിന്നെ ഇത് പൊട്ടിയോ? ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ് ഗൈസ്. Oh my god. ഇത് പിന്നെ റെഡിയാക്കാം. അത് ഞാൻ ടൂറ് പോയപ്പോൾ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്താണ്. ഇത് എൻ്റെ ഐശ്വരി ഞങ്ങൾക്ക് തന്നാണ്. അമ്മയ്ക്ക്, പൊന്നോന്, എനിക്ക്. പിന്നെ ഇതെൻ്റെ അമ്മയുടെ കലാവിരുതാണ് ഗൈസ്. ഇത് ഞാൻ ഇതിൻ്റെ പെയിൻ്റൊക്കെ കളഞ്ഞു. അപ്പോൾ അമ്മ ക്യൂട്ടൻസൊക്കെ വെച്ച് അടിച്ചു വെച്ചത്. സോറി, ക്യൂട്ടൻസ് അല്ല, എൻ്റെ പെയിൻറ്റ് വെച്ചാണ്. പിന്നെ ഞാൻ സോറി കയ്യിൽ പിടിക്കണ്ടായിരുന്നു. അതാ ഗൈസ്. അപ്പോൾ ഇതെൻ്റെ പട്ടിരിക്കൻ്റെ ഏഷ്യമ്മ എന്നാണ്. അപ്പോൾ ഇത് നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഞാനും പെണ്ണും കൂടിയൊക്കെ പോയിട്ടാണ്. മറ്റേ കുട്ടിയില്ലേ, ഇതിൻ്റെ 2 ഉണ്ടായിരുന്നു. ഇതെൻ്റെ കൂട്ടുകാരി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. കുറേ ഉണ്ട്. ഇതാരെന്നാന്ന് എനിക്ക് വലിയ പിടിയില്ല. 2 പൊട്ടിപ്പോയി ഗൈസ്. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ. ഇത് ഉത്സവത്തിനാണോ പിന്നെ നമ്മൾ വാങ്ങി? പൂമ്പാറ്റ പറന്നുകൊണ്ട് സമയം. അപ്പോൾ
അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ഈ റിബ് ഇതെനിക്ക് 4ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി ദിയ തന്നതാണ്. അപ്പോൾ ഇതും ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞു ഗൈസ്. അയ്യോ എൻ്റെ ചെരുപ്പ് ഞാൻ എടുത്തിട്ട് വന്നു. നമ്മൾ ഇത് വെക്കാൻ മറന്നുപോയി. ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്താണ്. എനിക്ക് കാണാവോ ഗൈസ്, ഹെയർ നെറ്റ്. ഞാൻ ഇതൊരു ദിവസം ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ചിലർക്ക് അറിയായിരിക്കും, ഈ SPC കുട്ടികൾക്കൊക്കെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഇല്ല കേട്ടോ ഗൈസ്. പിന്നെതാ ഇതെൻ്റെ മാമൻ തന്നതാണ്. എടി എവിടെ പോയപ്പോൾ തന്നതാണ് ഞാൻ മറന്നുപോയി. ദുബായിൽ നിന്നുണ്ട് കൊള്ളതാണ്, എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല അല്ലേ, ഇതിൻ്റെ ബട്ടത് കേട്ടതാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒന്നുമല്ല. എൻ്റെ ഒരു ഇതെന്തി ഇതിൽ കയറ്റി വെച്ചിട്ടില്ല. ഉണ്ട്, ഇതിൽ കയറ്റി വെച്ചതെന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല. എടി ഞാൻ കയറ്റി വെച്ചില്ല, കണ്ടോ, ഞാൻ കയറ്റി വെച്ചില്ല ഗൈസ്, ഞാൻ കയറ്റി വെച്ചിട്ടില്ല. ഉള്ളിൽ കയറ്റി വെച്ചു എന്നാണ് പറയുന്നത്. അത് ഞാൻ പിന്നെ തപ്പാം. പിന്നെ ഇത് പൊന്നൂനെ എവിടെ നിന്ന് കിട്ടിയേ? ഇത് എൻ്റെ കൂട്ടുകാരി എന്നാ. ഇതേതോ കൂട്ടുകാരി അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ കയറ്റി വെച്ചില്ലെന്ന്. ഗൈസ് അപ്പോൾ മറ്റേ ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കണോ, ഇങ്ങനെ വെക്കാം, ഇങ്ങോട്ട് വേണ്ട, ഇങ്ങനെ വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ്. അയ്യോ ലൈറ്റ് ഇട്ടില്ലേ ഇങ്ങനെ എടുക്കും വേണം. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഫ്ലാഷ് അടിക്കുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, നേരെ പിടിക്കും. ഓക്കെ, ഇങ്ങോട്ട് ഇനി അടുത്ത് നമ്മുടെ കമ്മലാണ്. ഇത് തന്നെ ഫസ്റ്റ് കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം പൊട്ടിപ്പോകുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി ഗൈസ്. അതായത് ഈ ചോടയാണ്. കണ്ടോ, ഈ ചോടയാണ്, പക്ഷെ എന്ത് ചെയ്യണം, പൊട്ടിപ്പോയി. ഇത് മാതാവിൻ്റെ മുത്തിയോടിപ്പോയി. മാതാവിൻ്റെ ഇത് കൃപാസന മാതാവിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എവിടെ പോയി? പിന്നെ ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഇതെൻ്റെയാണ്. ഇവിടെ പൊട്ടിപ്പോയി ഗൈസ്. ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. സോറി, ഇവിടെ വെക്കാം. ഇത് വടുവഞ്ചാല് പോയപ്പോൾ വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ ഈ ബോക്സ് നമ്മൾ ഇതാക്കിയില്ല, നമ്മൾ തുടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ? സോറി, നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഇതെൻ്റെ കൂട്ടുകാരി തന്ന് കൊന്തയാണ്. ഒരു ലവ് ഷേപ്പിൻ്റെ ഇത് കാണിച്ചു തരാം. ഇങ്ങോട്ട് വെക്കുന്നു, ലവിൻ്റെ കൊന്ത. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇത്രയും വലിപ്പുണ്ട്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇത്രയും വലുതാണ്. അപ്പോൾ നമ്മൾ ഇത്
ഇതിൽ തന്നെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കും. എനിക്ക് വേറൊരു കൊന്നയുണ്ട്, കാണിച്ചു തരാം. ഇത് ഞാൻ കയ്യിലിട്ട് കാണിക്കേണ്ട വരെയായിരിക്കും. ഇതാ ഇത് ഞാനിപ്പോൾ മഴക്കാലത്തേക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് കയറ്റി വെച്ചാണ്. പിന്നെ എൻ്റെ ചെയിന് ഇത് എൻ്റെയാണ്, പൊന്നുൻ്റെയാണോ എന്നോ ചേച്ചിട്ട് എൻ്റെയാണോ? അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാരി തന്നെ വാങ്ങി തന്നാണ്. ഈ കൊന്തയും ഇതൊക്കെ എനിക്ക് കൂട്ടുകാരി തന്നെ തന്നാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഇത് പൊന്നൂന് കൊടുത്തത്. അവളിങ്ങനെ കുറേ ഉണ്ടാക്കുന്നതാണ്, നല്ല രസമാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കാനാണ്. ഗൈസ്, ഇതെൻ്റെ കൂട്ടുകാരി ദേവനന്ദ തന്നാണ്. ഇവിടെ ഒരു കരു ഉണ്ടായിരുന്നു, അതെന്ത് പറ്റിയെന്നറിയില്ല, പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. കാണിച്ചു തരാം. കിട്ടി. ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഞാനിടാണ്. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല ഗൈസ്. നമ്മൾ ഈ ചെയ്ത നേരത്തെ കാണിച്ചൊന്നും നമ്മൾ അതിൽ തന്നെ ഇടുക. ഇതെന്ത് പറ്റിയെന്നറിയില്ല, ഇവിടെ എന്തോ വിട്ടു പോയതാണ്. അത് മമ്മി അല്ലേ പിന്നെ മമ്മി അമ്മയ്ക്ക് മേടിച്ചു കൊടുത്താണ്. ഇത് നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. ഇതിൽ തന്നെ കയറ്റി വെക്കാം. ഓ മൈ ഗോഡ്, ഇതിപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ചു. നമ്മുടെ കമ്മലാണ്. ഇതെനിക്ക് ഇവളുടെ പൊന്നോൻ്റെ കൂട്ടുകാരി ഉണ്ടാക്കി തന്നതാണ്. ഹിസ് നെയിം ഈസ് അമയ. ഇത് അമ്മയുടെ. പിന്നെ ഇതും അമ്മയുടെ. ഇതേ നമ്മളിങ്ങനെ വെക്കുന്നു. ഇതും അമ്മയുടെ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അത് അല്ല ഗൈസ്, നമ്മൾ വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയുണ്ട്. പിന്നെ നമ്മുടെ ഇതൊരെണ്ണമുണ്ട്. മിനിറ്റ് ഗൈസ്, നമ്മുടെ ഇതിൻ്റെ അതല്ലേ കണ്ണി കാണില്ല ഗൈസ്. ഇതിപ്പോൾ പൊട്ടിപ്പോയേക്കുവാണ്. ഇത് അത്യാവശ്യം 1 വർഷമായി, അതുകൊണ്ട് എല്ലാം പൊട്ടിയേക്കാണ്. 1 മിനിറ്റ് ഗൈസ്, നമ്മളിതൊന്ന് റെഡിയാക്കണം. ഓ മൈ ഗോഡ്, ഞാൻ പോകുന്നു മുന്നേ ക്യാമറമാൻ നിലത്ത് പറ്റി. ഇതാണ് നമ്മുടെ കമ്മൽ. ഇതും അമ്മയുടെ തന്നെ. ക്യാമറമാൻ എന്നോട് ചോദിക്കിയത് ആരുടെ ആയിരുന്നു. ഇതിൻ്റെ ഇവിടെ പൊട്ടിപ്പോയി, അത് ഞാൻ റെഡിയാക്കി കൊടുക്കണം അമ്മയ്ക്ക്. പൊന്നുവിൻ്റെ ഇതെന്തി പൊന്നു കാണാണ്ടില്ല. ഇത് എനിക്ക് പൊന്നൊരു കൂട്ടുകാരി തന്നെ കൊടുത്തതാണ്. പേര് എനിക്ക് ഓർമ്മയില്ല. അക്ഷര അല്ലേ, അത് ആരാ? ജുവൽ മരിയ ആന്ന് പറയുന്നേ, എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ വെക്കുന്നുണ്ട്, കാണാതെ പോലെ എല്ലാം ഇവിടെ വെക്കും. നമുക്കിപ്പോൾ ഇത് ഇവിടെ കുത്തി വെക്കാം. ഓക്കെ, ഇതും കാണാനില്ല ഇതും. അത് നമ്മളിവിടെ വെക്കും. ഇതും കാണാനില്ല. ഇതും എൻ്റെ കൂട്ടുകാരി തന്നെയാണ്, തന്മയ. ഇത് അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതായിരുന്നു. ഇത് അമ്മയുടെയാണ്. ഇതിൻ്റെ ഒരെണ്ണം ഇതാണോ? ഇതിൻ്റെ അയ്യോ ചെയ്തിരുന്നില്ല ഗൈസ്. ഇത് ഒറ്റയ്ക്കുള്ളതാണ്. നമുക്ക്
ഓ, ഇതാണ് ഞാൻ നേരത്തെ കാണിക്കാനിരുന്നത്, പക്ഷെ കണ്ടില്ല. ഇതാ ഈശോയുടെ അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ടിട്ടു. ഇതിൻ്റെയും കാണാനില്ല. ഇതെനിക്കിഷ്ടമാണ്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ വെച്ചാണ്. മൈ ഗോഡ്, അതാ തന്നെ ചേച്ചി വിളിച്ച് വോയിസ് കോൾ. പിന്നെ ഇത് പൊന്നിൻ്റെ കൈക്കൊണ്ടാണ് മേടിച്ചു കൊടുത്തത്. അത് ഞാൻ തന്നെയാണ് മേടിച്ചു കൊടുത്തത്. ക്യാമറാമാനാണ് ഇവിടെ എല്ലാം പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഓ മൈ ഗോഡ് എല്ലാം പോയി. ഇത് ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്കും പോകുന്നതായിരിക്കും ഗൈസ്. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്യാമറമാൻ അവിടെ ഡാൻസ് കളിക്കുകയാണ്. ഇത് ഞാൻ അങ്ങോട്ട് കയറ്റിയാക്കാണ്. ഓ മൈ ഗോഡ് കുടുങ്ങിയോ. ഇത് ഇവിടെ വെക്കാം അല്ലേ. ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് മാല. എന്താ, അയ്യോ എൻ്റെ കയ്യിൽ ഇതൊരു പേപ്പർ കുടുങ്ങി. അപ്പോൾ നമ്മുടെ മാല കളക്ഷൻ ഇത്രയുണ്ട്. ഓ മൈ ഗോഡ്, മാല കുടുങ്ങിയ പണിയായി. ഇതൊരു കൊന്ത. അയ്യോ കൊന്ത. ഓക്കെ, ഇനി നമുക്ക് അടയ്ക്കണം. നമ്മുടെ ഇതിൽ നിന്നുള്ള ഇത് ഭയങ്കര പാടാണ്. ഇതിൽ നിന്ന് ഓരോ നൂലായിട്ട് ഇങ്ങനെ വരുവാണ്. നൂല് എൻ്റെ വിടുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം. നമുക്ക് വേറെ ഇതെടുക്കാം. ഞാൻ നനച്ചിട്ട് വരാവേ. ഞാനപ്പോൾ നനച്ചിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി കൊടുക്കണം. ഇതിപ്പോൾ 3 വീക്സ് ആയിട്ടുള്ളൂ. നമ്മൾ ജനുവരി 1 വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പുതിയ വർഷമല്ലേ, അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇതിൽ ലാസ്റ്റ് ഫസ്റ്റ് എന്നൊക്കെ വെക്കാറുണ്ട്. ഞാനിതിൽ ക്യാമറമാനേ എന്നതാ ഇത് ഇങ്ങനെ വെക്കും. ഇതൊക്കെ ആരാ മേടിച്ചതെന്ന് ഓർമ്മയില്ല. ഇത് എൻ്റെ ചേട്ടായി പൊന്നൂൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയത്. അതായത് പൊന്നൂൻ്റെ എത്രാമത്തെ ബർത്ത്ഡേക്കായിരുന്നു? ഒരു 7 8 ഇതെൻ്റെ കൂട്ടുകാരി എന്നതാണ്. ഇത് ഓടുമ്പോൾ ഭയങ്കര ഇടിയാണ് ഈ സാധനം, അതുകൊണ്ട് ഭയങ്കര പാടാണ് അത് ഇട്ട് കളിക്കാനൊക്കെ. പിന്നെ ഇത് ഞങ്ങൾക്ക് ആരെന്നാണോ, അമ്മയാണോ അപ്പയാണോ, അത് നമ്മൾ തന്നെയാണ് വാങ്ങിയത്. സോറി, ഇത് നമ്മുടെ റാണിമ്മ വാങ്ങിത്തതാണ്. അപ്പോൾ ഇതുണ്ട്. ഇത് പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് പൊന്നൂന് കൊടുത്തതാണ്. എനക്കൊന്നല്ലേ ഇപ്പോൾ ചേച്ചിക്കൊന്ന്. ഓ, അപ്പോൾ ദിയ എനിക്ക് തന്നതെന്ന് പറയണേ. ഇതെൻ്റെ ബർത്ത്ഡേക്ക്, കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് എൻ്റെ കൂട്ടുകാരി തന്നാണ്. എൻ്റെ 12th ബർത്ത്ഡേ ആണ്, 11ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങി തന്നാണ്. ഇതുണ്ടോ, സോറി അവളെ എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ദേവനന്ദ ചേച്ചിയുടെ ആരോ വാങ്ങിക്കൊടുത്താണ്. സോറി ചേച്ചി, നിനക്ക് സോറി, ദേവനന്ദയുടെ ആരോ വാങ്ങിച്ചു കൊടുത്താണ് അവൾക്ക്. ഇതൊക്കെ ഇപ്പോൾ ഇടുമെന്നൊക്കെ ഉണ്ട്. ഇത് എനിക്ക് ഫേവറേറ്റ് ആണ്. ഇത് എനിക്ക് പൊന്നൂനുണ്ടായിരുന്നു. പൊന്നൂൻ്റെ പൊട്ടി എത്ര വർഷമായി? ഇത് കുറേ വർഷമായിട്ടോ. എത്ര വർഷമായിട്ടുണ്ടാവും മന്നു? ഒരു 2-3 വർഷം. അത്രയൊന്നുമല്ല. ഞാനൊരു
തേർഡിലോ അത്രയൊക്കെ പഠിക്കുമ്പോഴാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇത് ഒരു 1-2 വർഷക്കാലത്ത് ഓറഞ്ച് കളറ്. ഇത് ഈ വെട്ടടിക്കുന്നതുകൊണ്ട് ഒരു ഗോൾഡോ അങ്ങനെയൊക്കെ ഒരു കളറ് പറയാം എനിക്ക് വരും. ഇത് പൊന്നോണ്ട് ഗൈസ്. ഓ എന്താ കാണാനില്ല. ഇതാ ഇത് കാണാൻ. ഇത് പിന്നെ നിൻ്റെ പൂമ്പാറ്റയില്ലേ? എന്താ കണ്ണൂട്ടിയാണ് എൻ്റെ അനിയത്തി. അല്ല കേട്ടോ ഗൈസ്, പാവാണ്. അവിടെ കിടന്ന് എന്തൊക്കെ കോപ്രായൊക്കെ കാണിക്കുന്നുണ്ട്. ക്യാമറമാൻ വേറെ ആരുമല്ല, എൻ്റെ അനിയത്തി തന്നെയാണ് ഗൈസ്. ഇത് നമ്മൾ ഇതിൽ ഇട്ടിട്ടായിരിക്കും ചെയ്യുക. ഈ ക്യാമറാമാൻ ഭയങ്കര സാറനാണ്. ഉയ്യോ പൊട്ടി. ഓ മൈ ഗോഡ്, എൻ്റെ കാല് പോയി ഗൈസ്. ഒന്ന് ക്യാമറാമാനെ നേരെ ഇട്ടുവോ? ഇത് നമുക്ക് കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇത് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് പൊന്നുൻ്റെ ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ കിട്ടും. ഇത് എൻ്റെ അതിർപ്പാനിക്ക് 150 രൂപ കേട്ടോ ഇതിന്. അത്രേ ഉള്ളൂ. അത്രയുണ്ട് കേട്ടോ ഗൈസ്. ഈ 1-2 ഇതിന്. പിന്നെ ഇത് നിക്കടി പറയുന്ന ഇത് ഞങ്ങൾ പൂപ്പലിക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. 50 രൂപയായിരുന്നു. നഷ്ടമാണ് ഗൈസ്. ഇവിടെ പൊട്ടി. എന്നാ അനീതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തല്ല പൊട്ടിയേ? എൻ്റെ പൊട്ടി ഇങ്ങനെ പൊട്ടി ഇട്ടിട്ട്. പിന്നെ ഇത് അവളുടെ ഫ്രണ്ട്, സോറി എൻ്റെ ഫ്രണ്ട്, അവൾക്ക് ഗിഫ്റ്റ് കൊടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ലരുമാമൻ്റെ കുഞ്ഞാവയാണ്, കുഞ്ഞാവയുടെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര തിളക്കം ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തിളക്കം? ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് കാണിച്ചു തരാം. ഭയങ്കര തിളക്കമാണ്. കാണാൻ പറ്റുന്ന ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും എന്നൊന്നും അറിയില്ല. പിന്നെ ഇത് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെച്ചു. ഇത് എനിക്കിഷ്ടമാണ്. ഒരെണ്ണം അവളുടെ കഴുത്തേലുണ്ട്. ഈ വീഡിയോയ്ക്ക് മാത്രമായിട്ട് ആ കഴുത്തിൽ നിന്ന് 100 രൂപ. ഇത് നമ്മൾ പൊട്ടി, ഇത് നമ്മൾ അത് വെക്കുന്നുണ്ട്. ഞാൻ ക്യാമറയിൽ ഫസ്റ്റ് കാണിച്ചായിരുന്നു. കാട്ടിയോ? നമ്മളിങ്ങോട്ട് വെക്കുന്നുണ്ട്. പിടിക്ക് ഇത്രയും സാധനമാണ്. നമ്മൾ നടുക്ക് ഭയങ്കര ഡിസൈനർ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കയറ്റി വെക്കും. ഇതെൻ്റെ കൂട്ടുകാരി ഒന്നാണ്. അതിൻ്റെ ഇത് പൊട്ടിപ്പോയതാണ്. എന്ത് പറ്റിയതാണെന്നറിയില്ലല്ലോ. നേരത്തെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഇത് നിറച്ച് നന്മശിയോ, സോറി മറ്റേ ക്യൂട്ടൻസ്. നമ്മൾ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ തുറക്കാമെന്നല്ലേ നമ്മൾ വയ്ക്കുക. ഇങ്ങനെ ഇത് പൊക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുക്കും. വെറുതെ കാണിക്കാത്ത. പിന്നെ ഇത് എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സാണ്. ഇത് നിറച്ചും ചളിഞ്ഞും പൊടിഞ്ഞും പോയി. ഇതിൻ്റെ ഉള്ളൊക്കെ ഭയങ്കര ഇതൊക്കെയാണ്. കണ്ടോ? നിങ്ങൾക്ക് കാണാമോ ഗൈസ്? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളൊന്ന് തുടച്ചു കൊടുക്കണം. പോകുന്നത് എത്രയും പോട്ടെ. നമ്മൾ തടക്കുകയാണ് ഗൈസ്. ഇങ്ങനെയാണെന്ന് തടയ്ക്കുക. ഇതുകൊണ്ട് ഇതിലൊക്കെ എന്തൊക്കെയായി. നമ്മൾ ഇവിടെ കയറ്റിയേക്കാണ്.
കമനീൻ്റെ നീ പറ. ഫാസ്റ്റ് ട്രാക്ക്. ആ അങ്ങനെ തന്നെ ആയിരിക്കും ഗൈസ്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഓ മൈ ഗോഡ്. അപ്പോൾ ഇന്ന് കല്യാണത്തിൽ പോയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. തുടച്ചു കൊടുക്കണം. വെള്ളം അങ്ങനെ ആക്കാൻ എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഗൈസ്. ഇതാ പല ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് കയറ്റി വെക്കുക. ഇങ്ങനെ ആയിരിക്കും കയറ്റി വെക്കുക. ഈ സാധനം കാണുക ഇങ്ങനെ ആയിരിക്കും വെക്കുക. സോറി, ഇങ്ങനെയല്ല, ഇങ്ങനെ. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയായിട്ട് വെക്കുക. ഒന്ന് കുടുങ്ങിയാൽ പോയെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ റെഡിയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. ഇതാ ഇത് ഞാൻ കയറ്റി വെക്കാണ്. പിന്നെ ഇതാ ഇത് ഇവിടെയും ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതാ ഇത് ഇവിടെ ഒട്ടിച്ച് വെക്കാണ്. ഇതാ റെഡി ഗൈസ്. അയ്യോ, നമ്മൾ ആവേശം കാരണം ഒട്ടിച്ചിട്ട് നമ്മൾ ചാർജർ എടുത്ത് വെക്കാൻ നന്നായി. ഇനി ചാർജർ എത്രയുണ്ട്? 77%. അപ്പോൾ നാളെ എനിക്കൊരു തീരുമാനം എന്ന് പറയുന്നത്, നാളെ നമുക്ക് പറ്റി എടുത്താലോ എന്നാണ്. അതായത് മറ്റേ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ആദ്യമായിട്ട് എടുക്കുവാണ്. ഇന്ന് എടുക്കായിരുന്നു എനിക്ക്. റിപ്പബ്ലിക് അല്ലേ, ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങളോട്. ഹാപ്പി റിപ്പബ്ലിക് ഡേ ഗൈസ്. പിന്നെ ഒരെണ്ണം പറഞ്ഞില്ലേ വെറുതെ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ശരിക്കും പറഞ്ഞേ റിപ്പബ്ലിക് ഡേ. ആ റിപ്പബ്ലിക് ഡേ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഇതാ നമുക്ക് ബ്ലാക്കാണ് കിട്ടിയത്. പല കളറുണ്ട്, പക്ഷെ നമുക്ക് ബ്ലാക്കാണ് കിട്ടിയത്. എങ്ങനെയാ ഇപ്പോൾ വെക്കുക? ഇങ്ങനെ വെക്കാം ഗൈസ്. ഇതുണ്ടോ? ഇപ്പം നമ്മുടെ ഇവിടെ വൃത്തിയായിട്ടുണ്ട്. നമ്മൾ തിടുക്കത്തിൽ ഒരു സ്ഥലം കാണിക്കാൻ മറന്നു ഗൈസ്. ഇത് കാട്ടിയതാ? ഇത് ഞാൻ കാട്ടിയില്ല. അവിടെയൊന്നുമില്ല. ഞങ്ങൾ ഈ സ്ഥലമായിരിക്കും വൃത്തിയാക്കുക. ഇത് ഭയങ്കര ഉപകാരമുള്ള സാധനമാണ് ഗൈസ്. ഇത് നമുക്ക് പീനൊക്കെ പിടിക്കാം. ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കമ്പിയൊക്കെ തിരിഞ്ഞു ഗൈസ്. അല്ല, ഞാനിപ്പോൾ ഇതിന് പൊട്ടി നമ്മളിതാ ഈ സാധനമൊക്കെ മാറ്റുകയാണ്. 1/2 മണിക്കൂറായി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളല്ല, സ്വന്തമായതാ. ഇത് പൂപ്പലാണ്, ഞങ്ങളാക്കിയതല്ല. നേരെ പിടിക്ക് ക്യാമറമാൻ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതാ അങ്ങോട്ട് കയറ്റി വെക്കണം. അപ്പോൾ പുതിയതെടുക്കണം. എന്താ അതിൻ്റെ അടിയിലുണ്ടല്ലേ നമ്മുടെ എന്തുവാണ് അത്? ഇതിന് കേൾക്കാം. ഇത് രസമുണ്ട്. പറ്റില്ല, നോക്ക്. ഇനി എടുത്തേക്ക് നോക്ക്. അപ്പോൾ നമ്മൾ
തിരിച്ചിടുവാണ്. നമുക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല. തുണിയും വിരിക്കാം, പക്ഷേ ഇത് നമുക്കൊരു വെള്ള തുണി നോക്കണം, തേച്ച് വെച്ചാൽ കാണാം. അതുകൊണ്ട് നമ്മൾ ഏത് തിരിച്ചാലും വെള്ള കളർ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും കവറാണ് യൂസ് ചെയ്യുക. കവർ മാറ്റി നമുക്ക് നേരത്തെ കണ്ടൊരു തുണി അതൊന്ന് വെച്ച് നോക്കാം. അത് ഇവിടേക്ക് തന്നെയായിരുന്നു എടുത്തത്, പക്ഷെ വെക്കാനൊരു മടിയായിരുന്നു ഗൈസ്. ഇത് നമുക്ക് തേക്കണം. നിറച്ചും ചുളുക്കാണ്. പൊത്തിക്കിട്ടാണ് അതുവരെ നമുക്കിത് റെഡിയാക്കാം ഗൈസ്. ചൂടാവുന്നവരെ ഒരു ബ്രേക്ക്. അപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചൂടായിട്ടുണ്ട്. നമുക്കിത് തേച്ച് കൊടുക്കാം. നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത് ശരിക്കും കാണാവോ ചുളുക്കൊക്കെ പോണേ? കാണാവോ? ഒന്ന് അതിൻ്റെ അകത്ത് എന്താ കറ? ഓ മൈ ഗോഡ്, അതിനകത്ത് എന്തോ വെള്ള സൈസ് കറിയുണ്ട്. നമ്മൾ അടുത്ത പ്രാവശ്യം എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. ഇപ്പോഴേ എന്തൊക്കെയോ ആവാൻ തുടങ്ങി. അതെങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വൃത്തിയാക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കുന്നു. ഞാൻ ഇപ്പോൾ ഒരു എന്തോ ഒരു മടിയായിപ്പോയി ഗൈസ്. പിന്നെ സ്കൂളൊക്കെ തുടങ്ങി. പിന്നെ എപ്പോഴും ഞാനൊരു 8:45 ആവും. 9 മണിക്ക് പോകേണ്ട ആളൊരു 8:45 ആയിട്ടായിരിക്കും ഒരുങ്ങുക. തിരക്ക് പിടിച്ചിട്ട് ഒരുങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇത് മൊത്തം റെഡിയാക്കുന്നു. നാളെ മിക്കവാറും എൻ്റെ അമ്മയായിരിക്കും വീഡിയോ എടുത്തു തരിക. ഇല്ല, നാളെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം. എൻ്റെ അമ്മയുടെ അമ്മ പഠിക്കുകയാണ് ഇപ്പോൾ. 6 മാസത്തെ കോഴ്സാണ്. ഒരു എന്തായാലും നമ്മുടെ അമ്മയ്ക്ക് ജോലിയില്ല കേട്ടോ, ആയുർവേദമാണ്. ഇപ്പോൾ എന്നും പോകണം അമ്മയ്ക്ക് ആയുർവേദത്തിൻ്റെ ഇതിന്. അപ്പോൾ ഇനിയൊരു അമ്മയ്ക്ക് 5 മാസം കൂടി ഉള്ളൂ. അല്ലോന് കഴിഞ്ഞാൽ അമ്മ പഠിത്തം കഴിയും. 37 മിനിറ്റായി നമ്മളിവിടെ ഈ പണിയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വേറെ പണിയുണ്ട് കേട്ടോ. ഒന്നല്ലേ ഇപ്പോൾ നമ്മളിതാ ഇത് ഇങ്ങനെയാണ് വെക്കുക. ഇവിടുത്തെ ലൈറ്റ് നമുക്കൊന്ന് പെട്ടെന്ന് റെഡിയാക്കണമല്ല. പിന്നെ എന്താ ഇവിടെ ലൈറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് റെഡിയാക്കണം. ഉടനെ റെഡിയാക്കാം. സോറി, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉപ്പ് വെക്കണ്ട. ഇപ്പം നമുക്ക് അയ്യോ നമ്മൾ തുടച്ചിരുന്നു അവിടെ. ഇപ്പം നമ്മളിവിടെ തുടക്കുകയാണ്. ഇതാ ഇവിടെ മൊത്തം കൊണ്ട് കഴിക്കാൻ. ക്യാമറാമാൻ ഇരുന്നിട്ട് വരെയാണ് പിടിക്കുന്നത്. ഇത് ഇവിടെ എന്തോ ഇരിപ്പ്, നമ്മുടെ കന്മശിയാണ് കിട്ടുന്നുണ്ട്. വരുന്നില്ല പക്ഷേ എന്തൊക്കെയുണ്ട്. ഓ മൈ ഗോഡ്, എന്തൊരു പാടാ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് കഴിച്ച്. നമുക്ക് ഇത് വെക്കണം. വെക്കാല്ലേ? എല്ലാവരും ഇവിടെ വീഡിയോ എടുത്തു കഴിഞ്ഞു. അതാ ഞാനൊന്നും മറക്കുന്നുണ്ട്. എലി നമുക്ക് ഈ ടെസ്റ്റ് മാറ്റാനായിട്ട്
ഇങ്ങോട്ട് വാ. വന്നോ? കുറച്ചും കൂടി പാടി. ഇതാ ഇങ്ങനെ വെക്കണം. ഇതാ റെഡി ഗൈസ്. ഇപ്പോൾ ക്യാമറമാൻ്റെ കളിയും എല്ലാം പോയാനെ. മൊത്തം നോക്ക് താഴേക്ക്. നമ്മൾ 10 രൂപ നോട്ട് പുതിയതാക്കാം. റിയൽ 10 രൂപ നോട്ടാണ്. തുളുക്ക് മാറ്റാൻ വേണ്ടി നോക്കുന്നതാണ് ഗൈസ്. നല്ല ചൂട് തൊട്ടൊക്കെ ഇതാണ്. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇവിടെ ഇതായി പോകും നോക്കാം. ഒട്ടിപ്പോയി ഗൈസ്. തോന്നി, അപ്പോഴേ തോന്നിയത്. ഓക്കെ മതി. വേണ്ട 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 വേണ്ട. ഇതിന് 3/4 മണിക്കൂറായി. എവിടെ ഒരേ നേരമായി. ഇപ്പം ഗൈസ് ചേച്ചി ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ക്യാമറമാനോട് ഞാൻ സംസാരിച്ചൂടെ എന്നൊക്കെ ചോദിക്കരുത്. സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു ഒരു വൃത്തിയുണ്ടോ? എനിക്ക് വൃത്തിയില്ലാതെ തോന്നി. ഇത് നമുക്ക് തുടയ്ക്കണം. എവിടെ ഇതല്ലേ ഇതൊക്കെ നല്ല. ഇത് പോവില്ല മീസ്, ഇതൊന്നും പോവില്ല. ബിക്കോസ് അത് അതിൻ്റെ ഉള്ളിൽ പറ്റിയേക്കുന്നതാണ്. വഴിക്കണം വടക്കണം. ഇവിടെയാണ് കിട്ടിയത്. ഈ ലൈറ്റ് നമ്മൾ തൽക്കാലത്തേക്ക് ഇതാ ഇവിടെ കയറ്റി വെക്കും. ഇതാ കാണിച്ചു കൊടുക്കണേ. ഇതാ ഞാൻ അവിടെ ഇങ്ങനെ വെക്കുന്നതാണ്. നമ്മൾ പുതിയ ലൈറ്റുള്ളതൊക്കെ വാങ്ങുന്നതായിരിക്കും. ഓ ഇങ്ങനെ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. ഇവിടെ പിന്നെയും കുഴപ്പമില്ല, ഇവിടെ ക്ലീനാക്കാം. എന്നോർത്ത് നമുക്കൊന്നും കൂടി ക്ലീൻ ആക്കണം. കണ്ടോ ഗൈസ്, എല്ലാം മലങ്കോലാണ്. ഇപ്പോഴാ മനസ്സിലായി ഇങ്ങനെയാണ്. ഗൈസ് നമ്മളിങ്ങോട്ട് ഓരോ കോസ്റ്റ്യൂമായിട്ട് വെക്കണം. ആയില്ല ഇതെന്ത് ഗൈസ്, നല്ല ഒട്ടും ഗൈസ്. ഈ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയ മണമാണ്. നിങ്ങളെന്താ ഈ കളറെന്ന് വിചാരിക്കൂലേ? ഞാനതിൽ കളർ ചേർത്തതാണ്. നമ്മുടെ ചാർജ് പോയി. ബാറ്ററി സേവർ നമുക്ക് 19 ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇത് എൻ്റെ തന്നെയാണ്. ഇത് കലാമീൻ നമ്മുടെ നെയ്ത്ത് ചൊറിച്ചിലൊക്കെ വരുമ്പോൾ എന്തോ 2 എണ്ണം ഉണ്ട്. പക്ഷെ 2 എണ്ണത്തിൽ ഇത് തീർന്നാണ്. ഇത് കുറച്ചേ തീർന്നുള്ളൂ, ബാക്കി അടിയിലുണ്ട്. ഇത് ഞാൻ കുപ്പി മാറ്റിയിട്ടാണ്. നമ്മുടെ ലിബ് ഇങ്ങനെ മുറിയുമ്പോഴൊക്കെ ഉള്ളത് അതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് നല്ല മണമാണ്, സെൻ്റാണിത്. ഞാൻ മറ്റേ ഫാബ്രിക് പെയിൻറ്റിൻ്റെ
ഇത് അതിലേക്ക് ഇട്ടപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി ആ ദിവസം മൊത്തം അടുത്ത് ഉണ്ടാവും. നിങ്ങൾ കാണാനായിരുന്നു. ഞാനന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു. ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇത് നമ്മുടെ വാസലിൻ 10 രൂപയുടെ അമ്മ ഒരു സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. അന്നമ്മ വാസലിൻ തേക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മടുത്തു. ഞാൻ കുറച്ച് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മളതപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ കാര്യമാണ് തോക്ക് ഒന്നുമില്ല. എന്താ പറ? ഞാൻ കേട്ടിട്ട് എൻ്റെ കാര്യം ഓർത്ത് വെക്കുന്നതല്ല. ഞാൻ ഏതൊരു ഇങ്ങനെ ക്യാമറയും വിട്ടുകൊണ്ടിരിക്കുക. ചേച്ചിക്ക് വെറുതെ ഇങ്ങനെ ഇത് സംസാരിച്ചോണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ വൃത്തിയാക്കുന്നത് തന്നെ ആരാടി? അപ്പോൾ ഗൈസ് നമ്മൾ ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കാറ്. ഇങ്ങനെ വെച്ചാലോ എത്തൂല. എല്ലാവരും കളിക്കുന്ന പോലെ നോക്കട്ടെ. കാണുന്നില്ല. കെളാമീൻ നമ്മുടെ ചോർച്ചിൽ മാറ്റുന്നതാണ്. ക്യൂട്ടിക്കുറയുടെ പൗഡർ. ക്യൂട്ടിക്കുറ തന്നെയല്ലേ? ഞാൻ പണ്ട് പറഞ്ഞ കുട്ടിക്കുറയോ ക്യൂട്ടി ആണെന്ന് തോന്നുന്നു. എനിക്ക് വലുതായിട്ട് കൂടിയൊന്നുമില്ല. ഡാസ്ലറിൻ്റെ ഇതും നിങ്ങളൊക്കെ ഉദ്ദേശിക്കാന്നുള്ളൂ. ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ് പാട്ട് കൊടുത്താൽ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഡാർക്ക് പോലെ. രണ്ടും ഒരേതാണ് ഏകദേശം. അല്ല വേറെ ഇത് വേറെ ക്യാമറയിൽ വെട്ടടിക്കുന്നുണ്ടായിരുന്നു. ഈ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾക്ക് ഇവിടെ വെക്കാം. ഇവിടെ തന്നെ വെക്കാമല്ലേ? നമ്മുടെ മുന്നിൽ തന്നെയാണ് വെക്കല്. നമ്മളതേ കിട്ടുന്നത്. പിന്നെ ഇതെനിക്ക് ഇത്തിരി ഡാർക്കാണ്. മനസ്സിലാക്കാം ഗൈസ്. പിന്നെ നമുക്ക് ഇത് ലിപ്പാമാണ്. അത് എത്തൂല. ഇത് തീർന്നു ഗൈസ്. പുതിയത് വാങ്ങണം. ഞാൻ ഇത്ര നേരം തിരിച്ച് പിടിച്ചോണ്ടിരുന്നത്. അവശ്യ വീഡിയോ കോളായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. അത് എവിടെ പോയി? ഏതാ? റെഡ് കിഡ്സിൻ്റെ അറിയില്ല. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാ 3 പെർഫ്യൂമാണ്. ഇത് ഞാൻ ഇവിടെ കാണുന്നത്. കൈ കാരണം കാണത്തില്ലായിരിക്കും. ഒരെണ്ണമായിട്ട് വെക്കാം. ഇതാ ഇത്രയും
പെർഫ്യൂമാണ് മക്കള്. 1 2 3 4 5 6 നമുക്കുണ്ട്. 7 8 ഇതൊരു സൈസ് പെർഫ്യൂമാണ്. അതാ ഇപ്പോഴല്ല, ഇതാ ഞാൻ ഇവിടെ എഴുതി വെക്കുക. ഗൈസ് കൊള്ളാം. ഇതിൻ്റെ പേര് എനിക്ക് കിട്ടത്തില്ല കയ്യിൽ. ജാവതു നിങ്ങൾ തന്നെ വായിച്ചോ ഗൈസ്. എനിക്കൊന്നും വായിക്കാൻ അറിയില്ല കേട്ടോ. അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞാണ്. വായിക്കാനൊക്കെ അറിയാം, പക്ഷെ എനിക്കത് അത് മാത്രം വായിക്കിട്ടില്ല. അങ്ങനെയാണ് നോക്കുന്നത്. നമ്മുടെ കണ്ണ് എഴുതുന്ന സാധനം പുതിയത് വാങ്ങണം. ബിക്കോസ് എൻ്റെ കണ്ണ് ഇത് തീർന്നു പോയി. 2 തീർന്നു പോയി. ഈ വാസലിൻ നമ്മൾ അവിടെയാണ് വെക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം ഒരു ഇതായി. നമ്മുടെ സാധാ കൺമഷി ഇങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ വാസലിൻ ഗൈസ്, അത് നമ്മൾ ഇതാ ഇവിടെ വെക്കും. അപ്പോൾ ഇത് ഏതാ വാസലിൻ തന്നെ ഇല്ലേ? അപ്പോൾ ഇതാ ഇവിടുത്തെ ഇത് കഴിഞ്ഞു. നമുക്കിതാ ഇത് അപ്പോഴെ മറ്റേ ഇത് ചെയ്യുന്നത് ഷുഗറൊക്കെ കിട്ടുക. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അവള് കളിക്കൂ. ഭയങ്കര കളിയാ. കുറേ നേരമായിട്ട് അവള് കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ പ്രാവശ്യമെങ്കിലും വീഡിയോ പിടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ. ദേ അടുത്തത് പട്ടി ഷോയാണ്. കണ്ണാടി മുന്നേ വെച്ച്. പിന്നെ ഇത് നമ്മൾ ഇവിടെ വല്ലതും കുത്തിക്കിട്ടുന്നതായിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് വൃത്തിയാക്കാനൊന്നുമില്ല. ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ മതി. സോറി, ഞാൻ ക്യാമറ കാണിച്ചില്ല. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ വെക്കാമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. സോറി, ഇത് നമുക്ക് ഇതാ കണ്ണാടി കൂടി വൃത്തിയാക്കാനുള്ളൂ. അപ്പോൾ കണ്ണാടി കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവസാനിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ വൃത്തിയാക്കുകയാണ്. എന്നിട്ടും കാലത്തെ കറകളൊന്നും പോയിട്ടില്ല. ആരെണ്ണം ഇത് നോക്കാം. കണ്ടോ ഓക്കെ ആയില്ലേ? എവിടെ ഉണ്ടോ? അങ്ങോട്ടോ എനിക്കൊന്നും കാണുന്നില്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വെള്ളം മനസ്സിലില്ല. എന്നാലും ക്യാമറാമാൻ നിങ്ങളോടൊന്നും സംസാരിക്കുകയല്ല. ക്യാമറാമാന് നല്ല നാണമുള്ള ആളാണ്. സംസാരിക്കില്ല. അവിടെ തതിയെ അതല്ല ആ വെള്ളം. ഇപ്പോൾ ഇത് വെച്ച് തുടക്കാല്ലേ. പോടില്ല കണ്ണാടി. അവൾ എന്നാലും കൊളാക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല തോട്ടം. ഞാൻ കൈ വിട്ടു. നമ്മൾ കുടഞ്ഞിട്ടു സീലേക്ക്. അങ്ങോട്ടല്ല, ഇത് പിടിച്ചു ആയില്ല. അവളെ കാണുന്നുണ്ട്. കാണുന്നു. 10 രൂപ വെച്ചൊക്കെ കളിക്കണ ഗൈസ്.
നിങ്ങൾക്ക് ആ ഒച്ച കേൾക്കുന്നുണ്ടോ? 1 മണിക്കൂറായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സീ ഗൈസ്, ഗൈസ് 1 മണിക്കൂറായി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ ഗൈസ്, സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങോട്ട് നിൽക്കുന്നു. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ കാണിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ആകെ 257 ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്ക് എത്രയും പെട്ടെന്ന് അത്യാവശ്യം സബ്സ്ക്രൈബ് ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ആയിട്ട് സബ്സ്ക്രൈബ്. താങ്ക് യു.